സാർ, നമ്മുടെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഒരിക്കൽ രാജിവെച്ച് പോയി തിരികെ വന്ന ആളാണ്. ഭരണഘടനയുമായി ചൊല്ലിയുള്ള ഒരു കുന്തം കുടച്ചക്രം പ്രയോഗങ്ങൾ അദ്ദേഹം അടിക്കടി അതിനുശേഷവും ഓരോ പ്രസ്താവനകൾ വിവാദം ആവുകയും അത് പിൻവലിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് ശരിക്കും എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറയട്ടെ, അദ്ദേഹത്തിന് അവകാശമുണ്ട്. പക്ഷേ നേരം ഇരുട്ടി വെളുക്ക് മുമ്പ് അദ്ദേഹം അത് പിൻവലിക്കുകയാണ്. BJP ഒരുക്കിയ വിരുന്നിൽ പങ്കെടുത്ത ക്രിസ്തീയ പുരോഹിതന്മാരെ കുറിച്ചിട്ടുള്ള അഭിപ്രായം, ഈ വീഞ്ഞൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം ആകർഷിക്കപ്പെട്ടു എന്നും രോമാഞ്ച പുളകെതിരായി ചെന്ന് അതിനകത്ത് കയറി കൊടുത്തു എന്നൊക്കെ പറയുന്നു. ഒടുവിൽ പിന്നീട് നമ്മുടെ ഇലക്ഷന് ശേഷം പിന്നോക്ക വിഭാഗക്കാരുടെ വോട്ടുകൾ കൃത്യമായി ഇടതുപക്ഷത്തിലേക്ക് സമാഹരിക്കപ്പെടാത്തത് കൊണ്ടാണ് തോൽവി എന്നത് അതും അദ്ദേഹം പൊടുന്നനവേ മാറ്റിവെച്ചു. നമ്മുടെ ഗൾഫിലെ ബാങ്ക് വിളിയെക്കുറിച്ചും അദ്ദേഹം ഇതേപോലൊരു പ്രസ്താവന നടന്നിട്ട് അദ്ദേഹം അത് തിരിച്ചെടുത്തു. ഇങ്ങനെ ഒരുപാട് പ്രസ്താവനകൾ അദ്ദേഹം പറയുന്നു, തിരിച്ചെടുക്കുന്നു. ഇപ്പോൾ അതിനുശേഷം തന്നെ നമ്മുടെ ഈ കേരളത്തിൽ കൃഷിയില്ലെങ്കിൽ എന്താ, തമിഴ്നാട്ടിൽ അരി ഉണ്ടല്ലോ എന്ന് പറയുന്നൊരു പ്രസ്താവന. ഏറ്റവും കൂടുതലായിട്ട് അദ്ദേഹം രഞ്ജിത്തിനെ കുറിച്ചിട്ട് പറഞ്ഞതാണ്. അദ്ദേഹം ലോകമറിയുന്ന സംവിധായകനാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അത് പിൻവലിച്ചില്ല. അതിനുശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ എഴുതി വായിക്കാൻ തയ്യാറായി. അപ്പോൾ അടിക്കടി അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്. ഈ സാംസ്കാരിക മന്ത്രിയെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? അതിനകത്ത് സാംസ്കാരിക മന്ത്രി അടക്കം എല്ലാ മന്ത്രിമാരെ കുറിച്ചും നമുക്ക് പറയാനുള്ളതായിരുന്നു. ഒരു മന്ത്രിയാകുക എന്ന് പറയുമ്പോഴേ അത് ജനങ്ങളെ സേവിക്കാൻ ഒരു ഉത്തരവാദിത്വം കിട്ടുക എന്നുള്ളതാണ്. 140 MLA-മാരിൽ എത്ര പേർക്കാണ് മന്ത്രിയാവാൻ അവസരം കിട്ടുന്നത്? ഇപ്പോൾ 99 MLA-മാരുണ്ട് ഇടതുപക്ഷത്തിൽ. അതിൽ എത്ര പേർക്കാണ് മന്ത്രിമാരാകാൻ അവസരം കിട്ടുന്നത്? മന്ത്രിയാകുമ്പോൾ ഒരുപാട് അധികാരങ്ങൾ. മന്ത്രിയാകുമ്പോൾ അധികാരം എന്ന് പറഞ്ഞാൽ അങ്ങേക്കറിയാമല്ലോ, പഴയ കാലത്തെ രാജാവിനുണ്ടായിരുന്നതിനേക്കാൾക്കുള്ള അധികാരം കേരളത്തിലെ ജനാധിപത്യ മന്ത്രിക്കുണ്ട്. അതൊന്നും ആരും അറിയുന്നില്ലെന്നേ ഉള്ളൂ. IAS എഴുതി കൊടുക്കുന്ന ഏത് ഒബ്ജക്ഷനും ഓവർ ചെയ്യാൻ ഒബ്ജക്ഷൻ ഓവർ റൂൾഡ് എന്ന് എഴുതിയാൽ മതി. മന്ത്രി ഉത്തരവാണ്. മന്ത്രി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉത്തരവ് പുറപ്പെടുവിക്കാം. ഓറൽ ഓർഡേഴ്സാണിത്, കൊടുക്കാം. പിന്നീട് അത് പിന്നെ ഒപ്പുവെച്ച് കൊടുത്താൽ മതി. അപ്പോൾ മന്ത്രി എന്ന് പറയുന്ന വളരെ സുപ്രധാനപ്പെട്ട ഒരു പദവിയാണ്. ആ പദവിയിലെത്തുന്ന ഒരാൾ ആദ്യം മനസ്സിലാക്കേണ്ടത് തനിക്ക് ഗവൺമെൻറ്റിലുള്ള റോൾ എന്താണ്, കേരള സമൂഹം തന്നെ എങ്ങനെയാണ് കാണുന്നത്, കേരള സമൂഹത്തിന് വേണ്ടി തനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്. അങ്ങനെ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന മന്ത്രിമാർ എൻ്റെ ഓർമ്മയിൽ വിരലിൽ ഉണ്ടാകുന്നവർ മാത്രമേ ഉള്ളൂ. അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും. നമ്മളൊന്ന് പുറകോട്ട് ചിന്തിച്ച് നോക്കിയാൽ ഒരു കഴിഞ്ഞ മന്ത്രിസഭയിൽ എത്ര മന്ത്രിമാരെ അങ്ങേക്കും എനിക്ക് ഓർക്കാൻ പറ്റുന്നുണ്ട്. അപ്പം എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പ്രധാന G. സുധാകരൻ എനിക്ക് ഓർമ്മയുള്ളൊരു മന്ത്രിയാണ്. അദ്ദേഹം വിവാദം ഉണ്ടാക്കിക്കൊണ്ട് മാത്രമല്ല, പൊതുമരാമത്ത് വകുപ്പിനെ അഴിമതി മുക്തമാക്കാൻ അദ്ദേഹം ചെയ്ത ശ്രമമാണ്. നല്ല ഉൾക്കാഴ്ചയുള്ള ദീർഘവീക്ഷണമുള്ള ഒരു മന്ത്രിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ നമ്മൾ ബഹുമാനത്തോട് ഓർക്കുമ്പോഴേ KT ജലീൽ എന്ന് പറയുന്ന ഒരു തീവ്രവാദിയെ നമ്മൾ ഭയത്തോടാണ് ഓർക്കുന്നത്. ആ മനുഷ്യനെ ഏൽപ്പിച്ച വിദ്യാഭ്യാസമാണ്. ആലോചിച്ച് നോക്കണം. ആ വിദ്യാഭ്യാസം ഇത്രയും ദുർഗന്ധപൂരിതമാക്കിയതിൽ വലിയൊരു ഉത്തരവാദിത്വം KT ജലീലിനുള്ളതാണ്. ഈ ജലീലിനെ മന്ത്രിയാകേണ്ടി വന്നു. ഞാനീ പറഞ്ഞത് ഓരോ ഗവൺമെന്റ് വരുമ്പോൾ ഉണ്ടാകുന്ന ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ആണ്. അല്ല, അദ്ദേഹം അത് പല വിവാദങ്ങളും അദ്ദേഹം പിൻവലിക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഇല്ല, ഏറ്റവും അവസാനം വരെ അദ്ദേഹം ന്യായീകരിച്ചുകൊണ്ടിരുന്നുള്ളൂ. തീർച്ചയായിട്ടും അത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു ബില്ലാദൻ സ്റ്റൈലിലാണല്ലോ അദ്ദേഹം ചിന്തിക്കുന്നതും കാര്യങ്ങൾ കാണുന്നതും ഒക്കെ. അങ്ങനെ ഒരാളെ ഒരിക്കലും ഇടതുപക്ഷത്തിന്റെ മന്ത്രിയാകാൻ പാടില്ലായിരുന്നു. ഇടതുപക്ഷത്തിനും മുസ്ലിം ലീഗിന് വേണ്ടാത്ത ആളാണ്. ആളിനെ ആൾ പിടിച്ച് ഇടതുപക്ഷം കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ആലോചിച്ച് നോക്കണം, ഇമ്പിച്ചി ബാവായും പാലോളി മുഹമ്മദ് കുട്ടിയൊക്കെ ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി കേരള സമൂഹത്തിന്റെ വലിയ അംഗീകാരം നേടിയ ആളാണ്. ബിജുവായിക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആളായിരുന്നു. അദ്ദേഹം ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നു. ചില ആളുകളെ നിയമിച്ചു. അതൊക്കെ വിവാദം ഉണ്ടായെങ്കിലും ഇമ്പിച്ചി ബാവായുടെ ഒരു സത്യസന്ധതയെക്കുറിച്ച്, ആർജവത്തെക്കുറിച്ചൊന്നും ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഇന്നും കേരള സമൂഹം ബഹുമാനത്തോടെ കാണുന്ന ഒരാളാണ് ഇമ്പിച്ചി ബാവ. പാലോളി മുഹമ്മദ് കുട്ടി മടങ്ങിപ്പോയപ്പോൾ എനിക്ക് താമസിക്കാൻ ചെറിയൊരു വീട് ഒത്തിരി സംശയമാണ്. അതാണ് പാലോളി മുഹമ്മദ് കുട്ടി. അവരൊക്കെ മാറി ഇപ്പോൾ PV അൻവറും KT ജലീലും അഹമ്മദ് തേവർകോവിലും ഒക്കെ നമ്മുടെ രാജ്യത്ത് മന്ത്രിമാരാകുന്നു എന്ന് പറയുമ്പോൾ രാഷ്ട്രീയം എത്രമാത്രം താഴോട്ട് പോയി, ക്വാളിറ്റേറ്റീവായിട്ട് താഴോട്ട് പോയി എന്നുള്ളതാണ്.
അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം സജി ചെറിയാൻ മന്ത്രിയായിട്ട് വന്നപ്പോൾ അദ്ദേഹം മനസ്സിലാക്കേണ്ടിയിരുന്ന ഒരു കാര്യം, തനിക്ക് സാംസ്കാരിക വകുപ്പ് കൂടി ഉണ്ടെന്നും സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഒരു സംസ്ഥാനത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് താനെന്നും ഉള്ള ഒരു ഭാരിച്ച ഉത്തരവാദിത്തം തൻ്റെ ചുവലിലുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കണമായിരുന്നു. നിർഭാഗ്യവശാല് സജി ചെറിയാൻ അത് മനസ്സിലാക്കിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം രാവിലെ എണ്ണിച്ച് അദ്ദേഹം ഒരു പത്രപ്രസ്താവന നടത്തുന്നു. ആ പത്രപ്രസ്താവനയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് പ്രസ്താവന തിരുത്തി പറയുന്നു. വൈകുന്നേരം ആകുമ്പോഴത്തേക്കായിട്ട് പ്രസ്താവന പിൻവലിക്കും. ഇതൊരു പ്രസ്താവനയുടെ കാര്യത്തിലല്ല. അങ്ങ് സൂചിപ്പിച്ച പോലെ ഭരണഘടന കുന്തം കുടച്ചക്രം തൊട്ട് ക്രൈസ്തവ പുരോഹിതന്മാരെ കുറിച്ച് ഒക്കെ ഇത് പറയുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കാതെ പോയൊരു കാര്യം, ഈ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ബുമറാങ് പോലെ തൻ്റെ നെഞ്ചത്തേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്ന് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം കണ്ടിട്ടും മനസ്സിലാക്കാതെ പോവുകയാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിന്റെ പേരിൽ നമ്മൾ സഹതാപം പോലും അർഹിക്കുന്നുണ്ടോ? എല്ലാ വകുപ്പുകളും പ്രസക്തമാണ്, വളരെ പ്രസക്തമാണ് വകുപ്പുകളെല്ലാം. പക്ഷേ സാംസ്കാരിക വകുപ്പ് എന്ന് പറയുന്നതിനകത്ത് സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഈ 100% സാക്ഷരത നേടിയ ഒരു സംസ്ഥാനത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്, ഈ സംസ്കാരം അതിൻ്റെ എല്ലാ വകുപ്പുകളിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവണം എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ കാണുന്നത് സാംസ്കാരിക മന്ത്രി തന്നെ സ്വയം ഇത്തരത്തിലുള്ള പ്രസ്താവനകളുമായി മുന്നോട്ട് വരുന്നു, അത് പിൻവലിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഒരു തരത്തിൽ പറഞ്ഞാൽ സമൂഹ മധ്യേ അദ്ദേഹം വിചാരണ ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അതിനൊടുവിലാണ് ഇപ്പോൾ പ്രതിപക്ഷത്തു നിന്നും വളരെ ശക്തമായ ഒരു ആവശ്യം. സാധാരണഗതിയിൽ രാഷ്ട്രീയക്കാർ പരസ്പരം എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ രാജിവെക്കണം എന്നൊക്കെ പറയാറുണ്ട്, അതിന് അതേ അർത്ഥത്തിൽ തള്ളിക്കളയാറുമുണ്ട്. പക്ഷെ ഇവിടെ പ്രതിപക്ഷം വളരെ ശക്തമായി തന്നെ സാംസ്കാരിക മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചെയ്തികൾ കൊണ്ട്. എങ്ങനെ നോക്കി കാണും? അല്ല, സാംസ്കാരിക മന്ത്രി പറഞ്ഞതുപോലെ പ്രതിപക്ഷം രാജി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ കൊണ്ടെത്തിച്ചാണ്. സ്വയം കൃതാനർത്ഥം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അദ്ദേഹം സ്വയം ഉണ്ടാക്കി വെച്ച അനർത്ഥമാണ് ഇതെല്ലാം. മന്ത്രി ആവശ്യമുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയാൽ പോരെ. മന്ത്രിക്ക് സ്റ്റേറ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ ചുരുങ്ങിയ വാചകങ്ങളിൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്താം. ഇനിയും ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് കുഴപ്പമാവുമെന്ന് കണ്ടാൽ ചുരുങ്ങിയ വാചകത്തിൽ പറഞ്ഞാൽ മതി, ഇതില്ലെങ്കിൽ എഴുതി വായിച്ചാൽ മതി. പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അപക്വമായ പ്രസ്താവനകൾ പറഞ്ഞാൽ സംഭവിക്കുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന്, അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പാർട്ടിയെ അത് മോശമായി ബാധിക്കും, അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന മുന്നണി അത് മോശമായിട്ട് ബാധിക്കും. അല്ല, ഞാൻ പറഞ്ഞു വന്നത് അവസാനം അദ്ദേഹത്തെ തന്നെയും അത് മോശമായി ബാധിക്കും. അപ്പൊ ഇത് മനസ്സിലാക്കാതെ വളരെ അപക്വമായ പ്രസ്താവന പുറപ്പെടുവിക്കുന്ന ഒരാളാണ് കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞാൽ അതത്ര സന്തോഷത്തോടെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ. അത്തരത്തിൽ നിസ്സാരമായി തള്ളിക്കളയാൻ സാധിക്കുമോ എന്നൊരു സംശയം കൂടി ഇരിക്കട്ടെ. കാരണം മറ്റാരെയോ സംരക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം ഒരു പക്ഷേ പല പ്രസ്താവനകളും അദ്ദേഹം നടത്തിയിട്ടുണ്ടാകുക. അതിങ്ങനെ സീക്വൻസ് ആയിട്ട് വരുമ്പോൾ അതിന്റെ പിന്നിലൊക്കെ ഉള്ള ഇദ്ദേഹത്തിന്റെ ഒരു മനസ്സിലിരിപ്പ് ഒക്കെ നമ്മൾ സംശയിക്കപ്പെടണ്ടേ? അതിനകത്ത് നമ്മൾ നാട്ടിൽ പറയാമല്ലോ, കുഴപ്പമുള്ള ഒരാളിനെ ചുമന്നാൽ ചുമക്കുന്ന ആൾക്കും ദുർഗന്ധം വമിക്കും എന്നുള്ളത് കാര്യം. അപ്പം അത്തരം ഒരാളാണ് നമ്മൾ ചുമക്കേണ്ടി വരുന്നത്. അപ്പോൾ അത് താത്തു വെക്കണം, അതാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അയാൾ സംരക്ഷിക്കാൻ അത്ര സംരക്ഷിത കവചമൊന്നും ഉണ്ടാക്കി കേരളത്തിലെ ഒരു മന്ത്രിക്കും ഒരാളെയും ഒരു കുറ്റകൃത്യം ചെയ്ത ആളാണെങ്കിൽ സംരക്ഷിച്ച് മുന്നോട്ട് പോവുക പ്രായോഗികമായി പ്രയാസമാണ്. അത് എത്രയോ പ്രാവശ്യം നമ്മളത് കണ്ടിരിക്കുന്നു. പല പല മുഖ്യമന്ത്രിമാരടക്കം തെറ്റുകാരെ സംരക്ഷിക്കാൻ നടത്തിയ ശ്രമങ്ങൾ ദയനീയമായി പരാജയപ്പെടുന്ന കണ്ട സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സ്വീകരിച്ചിരിക്കുന്ന നിലപാടിനോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല. ഈ പലയിടത്തിലെ സിനിമ നടീനടന്മാരുടെ സംഘടനയ്ക്ക് ആരാകണം പ്രസിഡന്റ്, ആരാകണം ജനറൽ സെക്രട്ടറി എന്നൊക്കെ അവരുടെ കാര്യമാണ്. അവിടെ തിരഞ്ഞെടുപ്പെട്ട് ജനകീയമായ രീതിയിൽ അത് ജനാധിപത്യപരമായ രീതിയിൽ അത് നിർവഹിക്കപ്പെടും. പക്ഷെ ഇപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ സാഹചര്യത്തിൽ മറ്റു ചില വാദങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. ഒരു വനിതയാകണം ഇതിൻ്റെ മുൻനിരയിൽ എന്ന് ആവശ്യപ്പെടുന്നു. അത് ചിലർ പറയുന്നു അത് WCCയിൽ നിന്ന്, ആ വനിതാ കൂട്ടായ്മയിൽ നിന്ന് ഒരാൾ എന്തുകൊണ്ടായിക്കൂടാ എന്ന് പറയുന്നു. മന്ത്രിക്ക് ആഭിമുഖ്യമില്ലാത്ത മറ്റൊരു പ്രമുഖ നടൻ, അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ തള്ളി പറഞ്ഞുകൊണ്ട് ജഗദീഷിനെ പോലെ ആൾക്കാരൊക്കെ മുന്നോട്ട് വന്നിരുന്നു. അവരാകട്ടെ ഈ അടുത്ത പ്രസിഡന്റ്, സെക്രട്ടറി എന്നൊക്കെ പറയുന്നൊരു വാദം വരുന്നു. പക്ഷേ അവർ രാഷ്ട്രീയമായി മന്ത്രിക്ക് നേരെ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്നവരാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു വനിത വരുമ്പോഴും, അതും WCC തന്നെ വരുമ്പോഴും, അല്ലെങ്കിൽ ജഗദീഷ് വരുമ്പോഴും, രാഷ്ട്രീയ എതിർചേരിയിലുള്ള ആൾക്കാരെ ഈ സാംസ്കാരിക മന്ത്രി ഉള്ളപ്പോൾ അതൊക്കെ സാധ്യമാണോ? അല്ല, സാംസ്കാരിക മന്ത്രിക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. കാരണം
പണ്ട് കേരളത്തിലെ സിനിമാ രംഗത്ത് ലോബിയിങ് ആണ് ഉണ്ടായിരുന്നത്. സത്യനും നസീറൊക്കെ ഉണ്ടായ സമയത്ത് ഇതൊരു വളരെ മാന്യമായൊരു പിന്നെ മേഖലയായി സിനിമാ നടന്മാരെ വളരെ മാന്യന്മാരുമായിട്ടാണ് കണ്ടിരുന്നത്. അവർ മാന്യന്മാരായിരുന്നു താനും, അതിനൊന്നും തർക്കമുള്ള കാര്യമല്ല. പ്രേം നസീറിനെ പോലെ ഒരു നല്ല മനുഷ്യനെ ഇന്ത്യയിലെ ചലച്ചിത്ര രംഗം കണ്ടിട്ടില്ല. കേരളമല്ല, ഇന്ത്യയിലെ ചലച്ചിത്ര രംഗം കണ്ട അത്ര നല്ല മനുഷ്യനായിരുന്നല്ലോ പ്രേം നസീർ. അപ്പം സത്യനെ പോലെ അനുഗ്രഹീതനായിട്ട് നടന്നു, മധുവിനെ പോലെ അനുഗ്രഹീതനാണ് മധു. അദ്ദേഹം എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇത്ര കുലീനത്വമുള്ള നടന്മാർ അവരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. മധുവിൻ്റെ ഒരു കുലീനത്വം, അദ്ദേഹത്തിൻ്റെ ഒരു ആഠ്യത്വം ഒക്കെ പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ളൊരു നടന്മാരൊക്കെ പോയി ഇപ്പം വന്ന നടന്മാരെ കുറിച്ച് ഞാനൊരു കമൻ്റ് ഒന്നും പറയുന്നില്ല, എങ്കിലും അത് ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റം കൊണ്ടുണ്ടായ ഒരു കാര്യമായിരിക്കും. പക്ഷേ ഗൗരവമായി ഒരു കാണേണ്ട കാര്യം, സാംസ്കാരിക മന്ത്രി ഗൗരവമായിട്ട് കാണേണ്ട കാര്യം, ഈ ഒരു അധോലോകം നമ്മുടെ സിനിമാ മേഖലയെ പിടിച്ചെടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടോ, വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ചില മാഫിയകളെ കുറിച്ച് പറയുന്നു, മയക്കുമരുന്നിൻ്റെ അമിതമായ പിന്നെ ഉപയോഗത്തെ കുറിച്ച് പറയുന്നു. കുറച്ചു കാലം മുമ്പൊരു സിനിമാ നടൻ മയക്കുമരുന്ന് കഴിച്ച് എയർക്രാഫ്റ്റിൽ കയറി പ്രശ്നമുണ്ടായി. അതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത്ര സുലഭമായി മയക്കുമരുന്ന് ഈ സിനിമാ ലോകത്ത് എങ്ങനെ ലഭ്യമാകുന്നു, ആര് കൊടുക്കുന്നു, ഇതൊക്കെ വലിയ പ്രശ്നമാണ്. അത് സിനിമാ ലോകത്ത് മാത്രമല്ല, സ്കൂൾ കുട്ടികൾക്ക് പോലും മയക്കുമരുന്ന് ലഭ്യമാണ്. അപ്പം ഇത്തരം ചില കാര്യങ്ങൾ അത് വളരെ നമ്മുടെ പിന്നെ സിനിമാ മേഖലയിലൂടെ ഈ സിനിമയ്ക്കുള്ള ഒരു വലിയ പ്രത്യേകത, നടന്മാരെയും നടിമാരെയും പിന്നെ അനുകരിക്കാനുള്ളൊരു പ്രവണത പൊതുവെ പൊതുസമൂഹത്തിലുണ്ട്. അപ്പോൾ ഒരു സിനിമ ഇറങ്ങുമ്പോഴേ ആ സിനിമ സമൂഹത്തിലുണ്ടാക്കുന്ന സ്വാധീനം വളരെ വലുതാണ്. അപ്പം അതുകൊണ്ട് ഈ സാംസ്കാരിക മന്ത്രി കൃത്യമായി ഒരു തലമുറയെ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ ഇത് ശുദ്ധീകരിക്കാൻ ആവശ്യമായ ധീരമായ നിലപാടാണ് സ്വീകരിക്കേണ്ടത്. കുറ്റവാളി, ഇപ്പം സിനിമാ നടൻ കുറ്റവാളിയാണെങ്കിൽ അയാൾ കുറ്റവാളിയാണെന്ന് പറയാനുള്ള ആർജവമല്ലേ വേണ്ടത്. സിനിമാ നടൻ കുറ്റവാളിയാണോ ഇനി തീരുമാനിക്കുന്നത് അയാളുടെ രാഷ്ട്രീയം നോക്കിയാവരുത്, അയാൾ ചെയ്ത തെറ്റിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ കോൺക്ലേവ് നടത്താൻ അനുവദിക്കില്ല എന്ന് പ്രതിപക്ഷം പറയുന്നു. പക്ഷെ കോൺക്ലേവ് മുന്നോട്ട് പോകുമെന്ന് ആണ് നമ്മളിപ്പോൾ അറിയുന്നത്. കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. പ്രസക്ത ഭാഗം സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയങ്ങളല്ല നമ്മൾ പറയുന്നത്. അതിൻ്റെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ എന്താണ് നമ്മുടെ മുന്നിലില്ല. ഈ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ എന്താണെന്ന് മന്ത്രിക്ക് അറിയാമായിരുന്നിരിക്കണം. അപ്പം അങ്ങനെ എനിക്കറിയാം എന്ന് മന്ത്രി ചിന്തിക്കുകയും കോൺക്ലേവുമായി ഞാൻ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്ന് പറയും. മറ്റുള്ള ആർക്കും അറിയില്ല. അപ്പം അതിൽ ആ കോൺക്ലേവ് വിജയിക്കാനുള്ള സാധ്യത ഉണ്ടോ? അങ്ങനെ ഒരു കോൺക്ലേവ് അല്ല, കോൺക്ലേവിനെ കുറിച്ച് തന്നെ അദ്ദേഹത്തിന് വലിയ ധാരണ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രത്യേകിച്ച് ഈ കാര്യങ്ങളെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും അങ്ങനെ ഒരു ധാരണയുള്ളതായിട്ട് ഇതുവരെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കോൺക്ലേവിനെ കുറിച്ചും അദ്ദേഹത്തിന് വലിയ ധാരണയില്ല. കോൺക്ലേവ് നടത്തുന്നത് രാവിലെ പറയും, ഉച്ച കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം പറയും കോൺക്ലേവ് വേണോ വേറെ എന്തെങ്കിലും വേണോ എന്ന് ആലോചിക്കുന്നു പറയും, വൈകുന്നേരം കോൺക്ലേവ് പിൻവലിക്കും. അല്ല, അതിനകത്ത് ഈ പറയുന്നതിനകത്തൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ അദ്ദേഹം പറയുന്നതന്നെ അദ്ദേഹം തന്നെ പിൻവലിക്കുകയും മാറ്റി പറയുകയും ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് കോൺക്ലേവിന്റെ കാര്യം ഒരു തീരുമാനം നമുക്ക് നടന്നു കഴിഞ്ഞാൽ നടത്തുമെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ചുരുക്കത്തിൽ പിന്നെ കുറച്ചുകൂടി കാര്യങ്ങളെ ഭംഗിയായി വിലയിരുത്താൻ കഴിയുന്ന ഒരു സാംസ്കാരിക മന്ത്രി വേണമെന്ന ആവശ്യം വരുന്ന ആളുകളിൽ ഒരുപക്ഷെ പ്രബലമായി ഉയർന്നു വന്നേക്കാം.